بسم الله الرحمن الرحيم الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا بسم الله الرحمن الرحيم فأقم الصلاة طرفي النهار وزلفا من الليل إن الحسنات يذهبن السيئات ذلك ذكرى للذاكرين واصبر فإن الله لا يضيع أجر المحسنين ബഹുമാന്യരായ സഹോദരങ്ങളെ, പ്രിയപ്പെട്ട വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾക്കും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സുന്നത്തുകൾക്കും കഴിവിൻ്റെ പരമാവധി വിനയത്തോടെ, ആത്മാർത്ഥതയോടെ, തഖ്വയോടെ വഴിപ്പെടാൻ, മുത്തഖികളായി ജീവിക്കാനും മരിക്കാനും ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം പരമാവധി പരിശ്രമിക്കുകയും നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യണം നമ്മൾ ഓരോരുത്തരും. അല്ലാഹുമ്മ നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും മുത്തഖികളായി ജീവിക്കാനും മരിക്കാനും അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, നമസ്കാരത്തിന് ഇസ്ലാം നൽകുന്ന പ്രാധാന്യവും നമസ്കാരം കൊണ്ട് നമസ്കരിക്കുന്നവർക്ക് ലഭിക്കാനിരിക്കുന്ന ദുന്യവിയും ഉഖറവിയുമായ ശ്രേഷ്ഠതകളും നേട്ടങ്ങളും ഗുണങ്ങളുമൊക്കെ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ഏറ്റവും കൂടുതൽ അനുഗ്രഹങ്ങളും ഉപകാരങ്ങളും നേട്ടങ്ങളുമുള്ള ഏതൊരു കാര്യവും അതിന് നേർ വിപരീതാവസ്ഥയിൽ കൂടി അതിന് സാധ്യതയുണ്ട്. നമസ്കരിക്കുന്നത് അങ്ങേയറ്റം പ്രാധാന്യമുള്ള കാര്യമാണ് എന്നതുപോലെ തന്നെ നമസ്കരിക്കാതിരിക്കുന്നത് ശിർക്ക് കഴിഞ്ഞാൽ ഒരു മുസൽമാനിൽ നിന്നുണ്ടാകുന്ന ഏറ്റവും വലിയ പാപവുമാണ്.
കൃത്യമായി നമസ്കരിക്കുന്നവർക്ക് ദുനിയാവിലും ആഖിറത്തിലും ഒരുപാട് മേന്മകളും ഗുണങ്ങളും ശ്രേഷ്ഠതകളുമുണ്ട് എന്നതുപോലെ തന്നെ നമസ്കരിക്കാതിരിക്കുന്ന, നമസ്കാരത്തോട് അലസത കാണിക്കുന്ന, നമസ്കാരത്തെ അവഗണിക്കുന്ന ആളുകൾക്ക് കഠിനമായ ശിക്ഷയും ഖുർആനിലും സുന്നത്തിലും സ്ഥിരപ്പെട്ടു വന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് സ്വഹാബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തർക്കു അമലിൻ ഖത്തുൻ കുഫ്റൻ ഇല്ല സ്വലാന, ഒരു അമൽ ചെയ്യാതിരിക്കുന്നതിനാൽ കാഫിറായി പോകുമെന്ന്, കുഫർ സംഭവിക്കുമെന്ന് സ്വഹാബത്ത് വിശ്വസിച്ചിരുന്ന ഒരൊറ്റ കാര്യം അത് നമസ്കാരം മാത്രമായിരുന്നു. വേറെ ഏത് കാര്യത്തിൽ വീഴ്ച വന്നിട്ടുണ്ടെങ്കിലും അതിൻ്റെ പേരിൽ അവർ കാഫിറായി പോകുമെന്ന് സ്വഹാബത്ത് മനസ്സിലാക്കിയിരുന്നില്ല. എന്നാൽ നമസ്കരിക്കാത്തവരെ കാഫിറാണെന്ന് വിശ്വസിക്കുന്നതിലും അങ്ങനെ അവരെ കാണുന്നതിലും സ്വഹാബത്തിന് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പഠിപ്പിച്ചത്, മുസ്ലിം ലോകത്തെ പഠിപ്പിച്ചത് അൽ അഹദുല്ലദീ ബൈനനാ വ ബൈനഹും അസ്സലാ, നമ്മളും അതായത് മുസ്ലിമീങ്ങളും മറ്റുള്ളവരും തമ്മിലുള്ള അതിർവരമ്പ്, വേർതിരിവ്, വ്യത്യാസം അസ്സലാ, അത് നമസ്കാരമാകുന്നു. നമസ്കരിക്കുന്നവൻ ഈ കൂട്ടത്തിലുള്ളവനാണ്. അല്ലാത്തവൻ ഫമൻ തറക്കഹ ഫഖദ് കഫറ, അവൻ ഇതിനപ്പുറത്താണ്. ഈ ഒരു ഇത്രമാത്രം ഗൗരവതരമായ ഒരു താക്കീത് മറ്റൊരു മേഖലയിലുമില്ല. പരിശുദ്ധ ഖുർആൻ സൂറത്ത് തൗബയുടെ 5-ാമത്തെ ആയത്ത് പറയുമ്പോൾ അവിടെ പറയുന്നുണ്ട്, ഫഇൻ താബൂ വ അഖാമു സ്വലാത്ത ഫഖല്ലു സബീലഹും. പണ്ട് അങ്ങനെ ഒരു ശീലം അവർക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ അവർ ഇപ്പോൾ തിരിച്ചറിവുള്ളവരായി പണ്ട് സംഭവിച്ച വീഴ്ചകൾക്കൊക്കെ തൗബ ചെയ്ത് ഇപ്പൊ സത്യസന്ധമായി കൃത്യമായി നമസ്കരിക്കുന്നവരാണെങ്കിൽ ഫഖല്ലു സബീലഹും, മറ്റു വീഴ്ചകളുടെ പേര് അവർക്കെതിരെ നടപടികൾ എടുക്കേണ്ടതില്ല. അവർ മുസ്ലിമല്ല എന്ന് ഫത്വ പറയേണ്ടതും നിലപാടെടുക്കേണ്ടതുമില്ല. ഫഖല്ലു സബീലഹും, അപ്പോൾ അവർ പിന്നീട് സ്വതന്ത്രരാണ്. എന്താണ് അയാൾക്ക് അവർ ചെയ്യേണ്ട കാര്യം? വൈൻ താബു, വന്നുപോയ വീഴ്ചകൾക്ക് ആദ്യം അവർ ഏറ്റുപറയണം, തൗബ ചെയ്യണം. പടച്ചവനെ അറിവില്ലായ്മയാൽ, അല്ലെങ്കിൽ അലസതയാൽ, അല്ലെങ്കിൽ കൂട്ടുകെട്ടിനാൽ, അല്ലെങ്കിൽ മാതാപിതാക്കൾ വളർത്തിക്കൊണ്ടുവന്ന സാഹചര്യം മോശമായതിനാൽ, ഇത് ഏറ്റവും അവസാനം പറഞ്ഞതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി കേട്ടോ. അല്ലേ, നമ്മുടെ വളർന്നു വരുന്ന മക്കൾ നമസ്കരിക്കാത്തവരായി തീർന്നതിന്റെ കാരണക്കാരെ എടുത്ത് പരിശോധിച്ചാൽ ഞാൻ മനസ്സിലാക്കുന്നതിനനുസരിച്ച് 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത് നമ്മൾ മാതാപിതാക്കളാണ് എന്നതാണ്. നമ്മുടെ മക്കൾ പഠിക്കേണ്ട നഴ്സറി ഏതാണെന്ന് നമ്മൾ തീരുമാനിച്ചു. അവർ പഠിക്കേണ്ടുന്ന സ്കൂൾ ഏതാണ്, കോഴ്സ് ഏതാണ് എന്ന് നമ്മൾ തീരുമാനിച്ചു. അവിടെ നിർബന്ധപൂർവം കൊണ്ടുപോയി ചേർത്ത് പഠിപ്പിച്ചു. അല്ലേ, അവർ ധരിക്കേണ്ടുന്ന വസ്ത്രം ഏതാണ് എന്ന് നമ്മളാണ് അവരുടെ കുട്ടിക്കാലത്ത് തീരുമാനിച്ചത്. ആണോ അല്ലേ? അവർ കഴിക്കേണ്ടുന്ന ഭക്ഷണം ഏതാണ് എന്ന് തീരുമാനിച്ചത് നമ്മളാണ്. എല്ലാ കാര്യത്തിലും നമ്മുടെ നിയന്ത്രണത്തിൽ ഒതുങ്ങി നിന്നിരുന്ന മറ്റൊരു ചിന്തയോ കാഴ്ചപ്പാടുകളോ രൂപപ്പെടുത്താൻ അവർക്ക് പ്രായമാവാത്ത കാലത്ത് അവരെ നമ്മൾ വിചാരിച്ച വഴിയിലൂടെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ നമ്മളുടെ വിചാരത്തിൽ എവിടെയും അവർ കൃത്യമായി നമസ്കരിക്കുന്ന മുസൽമാന്മാരായി മാറണമെന്ന ചിന്ത ഉണ്ടായിരുന്നില്ല എന്നു വേണം
അവർക്ക് നമ്മൾ കൊടുത്ത ഭൗതിക വിദ്യാഭ്യാസവും മതവിദ്യാഭ്യാസവും തമ്മിൽ താരതമ്യപ്പെടുത്തിയാൽ മനസ്സിലാക്കാൻ കഴിയുന്നത് അതാണ്. കാരണം നമ്മളുടെ ഭാവനക്കനുസരിച്ച് അവർ പഠിക്കേണ്ടുന്ന കോഴ്സുകൾക്ക് എന്ത് വില മുടക്കാനും നമ്മൾ തയ്യാറായിരുന്നു. എന്നാൽ അവരുടെ പരലോകത്ത് അവർക്കും നമുക്കും ഉപകാരപ്രദമാകുന്ന ഒരു അവസ്ഥ ഉണ്ടായിത്തീരണം എന്നത് നമ്മുടെ ചിന്തയെ സ്വാധീനിക്കാത്തതിന്റെ ഫലം അവർ പഠിച്ച മദ്രസ എത്ര ക്ലാസ്സാണെന്ന് നമ്മൾ ചോദിച്ചു നോക്കാണ്. എന്നിട്ട് അവിടെ അവരെന്താ പഠിച്ചതെന്ന് ആലോചിച്ചുവാണ്. അവർ പഠിച്ചതിൽ എന്തെങ്കിലും അവർക്കൊന്ന് ഇപ്പൊ നിലനിർത്താൻ കഴിയുന്നുണ്ടോ എന്ന് ആലോചിച്ച് നോക്കാണ്. അഫ്ളൽ ഉലമ ഫൈനൽ ഇയറിന് പഠിക്കുന്ന 20 വയസ്സുള്ള എന്റെ മക്കളോട്, സ്ഥാപനത്തിലെ മക്കളോട് 2 ദിവസം മുമ്പ് മയ്യത്ത് നമസ്കാരത്തിലെ 3-ാമത്തെ റക്അത്ത് തക്ബീറിന് ശേഷമുള്ള പ്രാർത്ഥന ചൊല്ലാൻ ആവശ്യപ്പെട്ടപ്പോ ആ ബാച്ചിലുള്ള കുട്ടികളിൽ ഒരാൾ മാത്രമാണ് അത് അറിയാമെന്ന് ഉറപ്പോടെ കൈപൊക്കിയത്. അപ്പൊ എനിക്കൊരു ബേജാർ. ഉടനെ ചോക്കെടുത്ത് ബോർഡിൽ അത് എഴുതിയിട്ടപ്പോ അവരുടെ മനസ്സിൽ അതുണ്ട്, എവിടെയൊക്കെയോ ഉണ്ട്. പക്ഷെ അത് പ്രയോഗവൽക്കരിക്കാൻ അവർക്ക് അവസരമില്ല. അത് പ്രയോഗിക്കുന്ന ഇടങ്ങളിൽ അവർ പോയിട്ടില്ല, അവരെ കൊണ്ടുപോയിട്ടില്ല. അപ്പൊ മക്കളെ, നിങ്ങൾ ഇന്ന് വൈകുന്നേരം വീട്ടിലെത്തുമ്പോൾ നിങ്ങളുടെ മാതാപിതാക്കൾ ആരെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിലോ എന്ന് ഞാൻ ചോദിച്ചപ്പോ അവർക്കൊരു ബേജാർ. സംഭവം കൃത്യമായി സത്യസന്ധതയോട് പറയാം. എന്റെ മുമ്പിലിരുന്ന ആ മക്കളിൽ നമ്മളുടെ ആരുടെയും മക്കളില്ല. പക്ഷെ എന്നെ കേൾക്കുന്നവരുടെ മക്കളിൽ എന്നെ കേൾക്കുന്നവരിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുമോ നമ്മുടെ മക്കൾ നമസ്കാരത്തിലെ മുഴുവൻ പ്രാർത്ഥനകളും അർത്ഥമറിഞ്ഞ് ചൊല്ലാൻ അറിയുന്നവരാണ് എന്ന്? നമ്മളുടെ മക്കൾ ആ ഒരു നിലപാടിൽ നമ്മൾ നമസ്കരിക്കുന്നത് പോലെ നമസ്കരിക്കുന്നവരാണ് എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയുമോ? അവിടെയാണ് ഖുർആൻ പറഞ്ഞത് ഫൈൻ താബു. എന്റെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളെ ദുനിയാവിൽ ഉയർന്ന തലത്തിലെത്തിക്കുവാനുള്ള തത്രപ്പാടിനിടയിൽ, ദുനിയാവിലെ കഷ്ടപ്പാടിനിടയിൽ നിങ്ങളുടെ മാതാപിതാക്കളായ ഞങ്ങൾക്ക് പൂർണ്ണ തോതിലുള്ള ഇസ്ലാമിക നിലപാടിലേക്ക് നിങ്ങളെ മാറ്റിക്കൊണ്ടുവരാൻ സാധിക്കാത്തതിന്റെ ഫലമായി നിങ്ങൾക്കുണ്ടായ വീഴ്ചകൾക്ക് നിങ്ങൾ നിങ്ങളുടെ ജീവിത രീതി തിരഞ്ഞെടുക്കുന്ന കാലത്ത് മരണത്തെ മുന്നിൽ കണ്ട് നിങ്ങൾ മാറ്റം വരുത്തേണ്ടതുണ്ട്. അതാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് വൈൻ താബു. വന്നുപോയ വീഴ്ചകൾക്ക് മാപ്പപേക്ഷിക്കാൻ അവർ തയ്യാറാവണം. തയ്യാറായാൽ പിന്നീട് അവരെന്ത് ചെയ്യണം? വഅഖാമുസ്സലാത്ത, അവർ നമസ്കാരം നിലനിർത്തിക്കൊണ്ടുവരികയും വേണം. അങ്ങനെ നിലനിർത്തിക്കൊണ്ടുവന്നാൽ ആത്തു സക്കാത്ത, സമ്പത്തുള്ളവർ അതിന്റെ സക്കാത്ത് കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഫഖല്ലു സബീലഹും, അവർ ഈ സമുദായത്തിന്റെ മക്കളായി അവരെ പരിഗണിക്കണം. പ്രിയപ്പെട്ടവർ, മനസ്സിലാക്കേണ്ട സംഗതി എന്താ? അപ്പോൾ ഈ സമുദായത്തിന്റെ മെമ്പർമാരായി അവരെ പരിഗണിക്കണം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ, ഇത് ഞാൻ പൂർത്തീകരിക്കണില്ല, നിങ്ങൾ പൂർത്തീകരിച്ചാൽ മതി. എന്തുകൊണ്ട് അവരെ നിങ്ങൾ പരിഗണിക്കണം എന്ന ചോദ്യത്തിന് ഇതേ അധ്യായത്തിന്റെ 11-ാമത്തെ ആയത്തിൽ അള്ളാഹു ഇത് ആവർത്തിച്ചു പറയും. അവർ ഏറ്റുപറഞ്ഞ് വിനയത്തോടെ മടങ്ങി നമസ്കാരം നിലനിർത്തുന്നവരായാൽ അവർ മതത്തിലെ നിങ്ങളുടെ സഹോദരന്മാരായി മാറും. അതില്ലാത്തിടത്തോളം കാലം ഈ സമുദായത്തിന്റെ മെമ്പർഷിപ്പിന് അവർക്ക് അവകാശമില്ല എന്ന് പഠിപ്പിച്ചത് ഖുർആനാണ്. അതുകൊണ്ടാണ് സൂറത്ത് താഹ നമ്മളിങ്ങനെ വായിച്ചു വരുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും അതിന്റെ 132-ാമത്തെ ആയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നൽകുന്ന ഒരു കൽപ്പന നോക്കിക്കോളൂ നിങ്ങൾ. വഅമുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ. നബി തങ്ങളെ, അങ്ങയുടെ കുടുംബത്തോട് നിരന്തരമായി നമസ്കരിക്കുവാൻ ഉപദേശിച്ചു കൊണ്ടേയിരിക്കണം. നിരന്തരമായി താങ്കളുടെ കുടുംബത്തോട് നമസ്കാരം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർദ്ദേശിച്ചുകൊണ്ട് ഉപദേശിച്ചുകൊണ്ടേയിരിക്കണം. അങ്ങയുടെ മക്കൾ സ്വർഗാവകാശികളാണ്, അവരുടെ നേതാക്കൾ പോലും അങ്ങയുടെ മക്കളിലുണ്ടോ എന്ന് എനിക്കറിയാം.
അല്ലേ? ഫാത്തിമത്തു സയ്യിദത്തു നിസാഇൽ ആലമീൻ, ഫാത്തിമ സയ്യിദത്തു നിസാഇൽ ജന്ന എന്നൊക്കെ പഠിപ്പിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയപുത്രി ഫാത്തിമയാണ് ലോക സ്ത്രീകളുടെ നേതൃസ്ഥാനത്ത് പരലോകത്തുണ്ടാവുക, സ്വർഗ സ്ത്രീകളുടെ നേതാവും അവൾ തന്നെയായിരിക്കും എന്നൊക്കെ പറഞ്ഞത് ആ നാവ് കൊണ്ട് തന്നെയാണ്. പക്ഷെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞത് അത് താങ്കൾ നോക്കേണ്ടതില്ല. കാരണം താങ്കളുടെ മക്കൾ, താങ്കളുടെ ഭാര്യമാർ, താങ്കളുടെ പേരമക്കൾ, ആ കുടുംബത്തിന്റെ ധാർമ്മികതയുടെ, മതവിദ്യാഭ്യാസത്തിന്റെ, ആത്മീയ നിലപാടിന്റെ, ഔന്നത്യത്തിന്റെ ഉത്തരവാദിത്തം കുടുംബനാഥൻ എന്ന അർത്ഥത്തിൽ നിങ്ങൾക്കാകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട മക്കളത് അറിയേണ്ടതുണ്ട്, എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളും അതറിയേണ്ടതുണ്ട്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം മക്കയിൽ കൊണ്ടുവന്ന് ഇസ്മായിൽ നബിയെ ഉപേക്ഷിച്ച് പോകുമ്പോൾ അതിന്റെ കാരണം പറഞ്ഞത് റബ്ബന ലിയുഖീമുസ്സലാ എന്നാണ്. പടച്ചവനെ, എന്റെ മക്കൾ നമസ്കാരം നിലനിർത്തുന്നവരായി വളരാനാണ് ഞാൻ ആ സാഹചര്യത്തിൽ നിന്ന് ഈ ഒറ്റപ്പെടലിന്റെ അവസ്ഥയിലേക്ക് അവരെ മാറ്റിയത്. മരണപ്പെടുന്ന സമയത്ത് അദ്ദേഹം നടത്തുന്ന പ്രാർത്ഥന പോലും റബ്ബി ജഅൽനി മുഖീമസ്സലാത്തി വമിൻ ദുർരിയതി എന്നാണ്. അല്ലാഹുവേ, എന്നെയും എന്റെ മക്കളെയും നമസ്കാരം നിലനിർത്തുന്നവരാക്കേണമേ. ഇബ്രാഹിം അലൈഹിസ്സലാം മരണപ്പെടുമ്പോ അദ്ദേഹത്തിന്റെ മക്കൾ രണ്ടുപേർ പ്രവാചകന്മാരാണ്. ഇസ്മായിൽ അലൈഹിസ്സലാമും ഇസ്ഹാഖ് അലൈഹിസ്സലാമും അദ്ദേഹത്തിന്റെ പേരക്കുട്ടി യാക്കൂബ് നബി അലൈഹിസ്സലാമും അദ്ദേഹത്തിന്റെ കൺമുമ്പിൽ തന്നെ പ്രവാചകനാണ്. എന്നിട്ടും അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് എന്റെ മക്കൾ അവരുടേതായ നിലയിൽ എത്ര ഉയർന്നവരാണെങ്കിലും പടച്ചവനെ, അവർ എന്റെ മക്കളാണ്, എനിക്ക് അവരോടുള്ള ഉത്തരവാദിത്തം, അവരിലുള്ള എന്റെ താല്പര്യം, എന്റെ മോഹം, എന്റെ ആഗ്രഹം, ഞങ്ങൾ രണ്ടു കൂട്ടരും നമസ്കരിക്കുന്നവരായി തീരണം എന്നതാണ്. എന്താ കാരണം? അത് ചെയ്തിട്ടില്ലെങ്കിൽ അവർ മുസ്ലിമീങ്ങളല്ല എന്ന് ഇസ്ലാമിന്റെ നിലപാടുകൾക്ക് യാതൊരു വിധത്തിലുള്ള അഭിപ്രായ വ്യത്യാസവുമില്ലാത്ത സംഗതിയാണ് എന്നെന്റെ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കണം. എപ്പോഴാണ് നമസ്കാരം ഒഴിവാക്കിയാൽ ഒരാൾ കാഫിറാവുക എന്നതുകൂടി പറയണല്ലോ. മൻ തറക്കഹ അമദൻ, മനഃപൂർവ്വം നമസ്കാരം നിർബന്ധമാണെന്നറിയാം, അതിന്റെ സമയമായി എന്നറിയാം, പക്ഷെ അത് കുഴപ്പമില്ല, അതൊക്കെ സാരില്ല, അതൊക്കെ പഴയ കാലത്തെ ഓരോരോ അത് നമ്മളുടെ ജനറേഷന് പറ്റിയതല്ല, അത് പോട്ടെ എന്ന് മനസ്സിൽ നിർബന്ധമാണെന്ന് അറിഞ്ഞുകൊണ്ട് നമസ്കരിക്കാതിരിക്കുമ്പോഴാണ് അയാൾ കാഫിറാണെന്നതിൽ സംശയമില്ല എന്ന് പണ്ഡിതന്മാര് ഹദീസുകൾ വ്യാഖ്യാനിച്ച് പറഞ്ഞത്. അത് പലപ്പോഴും നമ്മുടെ വീടുകളിൽ തന്നെയാണ്. അപ്പുറത്ത് ഉമ്മ നമസ്കരിക്കുന്നു, ഇപ്പുറത്ത് വല്യമ്മ നമസ്കരിക്കുന്നു, വാപ്പ പള്ളിയിൽ പോകുന്നത് കാണുന്നു, കിതാബ് സുന്നത്തും ഒക്കെ അവിടെ പഠിപ്പിച്ചിട്ടുണ്ട്, എല്ലാം അറിയാം. പക്ഷെ നമ്മുടെ മക്കൾ അപ്പോഴും നമസ്കരിക്കുന്നില്ല എങ്കിൽ അവരെ സംബന്ധിച്ചാണ് ഈ വിധിയുള്ളത്. കിതാബ് അറിയാതെ, നമസ്കാരത്തിന്റെ ഫരീളത്ത് അറിയാതെ, അതിന്റെ പ്രാധാന്യം അറിയാതെ, അതിന് വെച്ച ശിക്ഷയറിയാതെ, അലസതയോടെയോ അറിവില്ലായ്മയോനോ ബോധക്ഷയത്താലോ ഒന്നും നമസ്കരിക്കാതിരിക്കുന്ന ആളുകളല്ല. രോഗം കൊണ്ട് വലഞ്ഞിട്ട് സമയത്ത് നമസ്കരിക്കാൻ പറ്റാത്ത ആളുകളല്ല എന്നുള്ളത് കാഫിറായി പോകുന്ന സാഹചര്യങ്ങളുണ്ട്, അറിയാം. ഏത് രോഗശയ്യയിലാണെങ്കിലും അയാൾക്ക് നമസ്കരിക്കാനുള്ള നിർബന്ധമാണ് അയാളുടെ മേൽ, അയാൾക്ക് ബോധമുള്ള കാലത്തോളം എന്ന് അറിയുന്ന ഒരാൾക്ക് അത് എന്താണോ അപ്പോഴത്തെ സാഹചര്യം, ആ സാഹചര്യത്തിനനുസരിച്ച് നിർവഹിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ അയാൾക്കെതിരെയാണ് അസ്ഹാബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തർക്കു അമലിൽ ഖത്തുൻ ഇല്ല സ്വലാ എന്നത് വന്നത്. നമസ്കരിച്ചിട്ടില്ലെങ്കിൽ കാഫിറായി പോകും എന്നതിൽ സ്വഹാബത്തിന് ഒരു അഭിപ്രായ വ്യത്യാസവും ഉണ്ടായിരുന്നില്ല. കാരണം പരിശുദ്ധ ഖുർആൻ സൂറത്ത് തൗബയുടെ 54-ാമത്തെ ആയത്തിൽ പറയാ, കപട വിശ്വാസികളുടെ സ്വഭാവം പറയുമ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞ പല കാര്യങ്ങളും, വമാ മനാഹും അൻ തുഖ്ബല മിൻഹുന്ന ഫഖാത്തുഹും, അവർ ചിലവഴിക്കുന്ന ദാനധർമ്മങ്ങളൊന്നും പുണ്യകർമ്മങ്ങളായി അല്ലാഹു സ്വീകരിക്കാതിരിക്കാനുള്ള ഒരു കാരണം ഇല്ല അന്നഹും കഫറു ബില്ലാഹി വറസൂലിഹി, അവർ അല്ലാഹുവിന്റെയും റസൂലിന്റെയും നിയമങ്ങൾ ധിക്കരിച്ചവരും
വലാ യഅ്തൂന സ്വലാത്ത ഇല്ലാ വഹും കുസാലാ, അലസതയോടെ മടിയന്മാരായി തോന്നുമ്പോ സൊല്ലികളായി പോയതുമാണ് കാരണം. അവരുടെ സൽക്കർമ്മങ്ങൾ പോലും അല്ലാഹു സ്വീകരിക്കാതിരിക്കാനുള്ള കാരണം നമസ്കാരത്തോടുള്ള അവജ്ഞയോ പുച്ഛമോ അവഗണനയോ നിസ്സാരവൽക്കരണമോ നിഷേധമോ ഒക്കെയാണെന്ന് എൻ്റെ പ്രിയപ്പെട്ട മക്കൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മറ്റൊരു ഹദീസിൽ നമുക്ക് വായിക്കാൻ കഴിയും. എന്താണ് സംഗതി എന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, വലാ തതുറകു സ്വലാത്തം മക്തൂബത്തം മുതഅമ്മിദ, ഒരു ഫർദ് നമസ്കാരവും മനഃപൂർവ്വം മക്കളെ നിങ്ങൾ ഉപേക്ഷിക്കരുത്. കാരണം അറിയോ, ഫമൻ തറക്കഹ മുതഅമ്മിദൻ, മനഃപൂർവ്വം ഒരു നമസ്കാരം ആരെങ്കിലും ഉപേക്ഷിച്ചാൽ ഫഖദ് ബരിഅതു മിൻഹു ദിമ്മതുഹു, അല്ലാഹുവിന് അയാളെ സംബന്ധിച്ച് ഒരു ഉത്തരവാദിത്വവുമില്ല. സുബ്ഹാനല്ലാഹ്. ഫഖദ് ബരിഅത് മിൻഹു ദിമ്മ, അല്ലാഹു അയാളെ സംബന്ധിച്ചുള്ള എല്ലാ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും പിന്മാറും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് എന്നത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളും നമ്മുടെ മക്കളുമൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, നമ്മളല്ലാതെ മറ്റാരുമില്ലാത്ത, നമ്മളുടെ ആരോഗ്യം കൊണ്ടോ അറിവ് കൊണ്ടോ കഴിവ് കൊണ്ടോ ഒരു ഗുണവും ലഭിക്കാത്ത ഒരു ലോകമാണല്ലോ പരലോകം. നോക്ക് നിങ്ങൾ, അവിടവുമായി ബന്ധപ്പെട്ട രണ്ട് സന്ദർഭങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ. ഒന്ന് സൂറത്ത് അൽ മുർസലാത്തിന്റെ അവസാന ഭാഗത്ത് കാണാം, വഇദാ ഖീല ലഹും ഉർകഉ ലാ യർകഊൻ, ഒന്ന് റുക്കൂഴ് ചെയ്യുവീൻ എന്ന കൽപ്പനയുണ്ടാകുമ്പോൾ ചിലർക്കതിന് സാധിക്കാതെ പോകും. അടുത്ത സൂറത്ത് കലമിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയും 42-43 ആയത്തുകളിൽ, അന്ന് കൊടുങ്കാറ്റ് നിമിത്തം അവരുടെ ഉടുതുണി പറഞ്ഞു പോയിട്ട് നഗ്നരായി നിൽക്കേണ്ടി വരുന്ന സമയമാണ്. ആ സമയത്ത് ഒരു സുജൂദ് ചെയ്യുവീൻ എന്ന് അവിടെ കൽപ്പനയുണ്ടാകും. ഈ റുക്കൂഴ് ചെയ്യാൻ കഴിയാത്ത ആളുകൾക്ക് സുജൂദ് ചെയ്യാനും കഴിയില്ല. പരമാവധി ശ്രമിച്ചിട്ടും ഒരു സുജൂദ് ചെയ്യാൻ കഴിയാത്തതിന്റെ നിരാശയിൽ സങ്കടത്തിൽ തലകുനിച്ച് അപമാനഭാരത്തോടെ അവർ നിൽക്കും. അങ്ങനെ നിൽക്കേണ്ടി വരുന്നതിന് കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർന്ന് പറയും, വഖദ് കാനൂ യുദഊന ഇല സുജൂദി വഹും സാലിമൂൻ, ഒരു കുഴപ്പവുമില്ലാത്ത കാലത്തെ ദുനിയാവിൽ 5 നേരവും പള്ളിബിംബ മിനാരങ്ങളിൽ നിന്ന് 10-12 മിനാരങ്ങളിൽ നിന്ന് സദാ ഓരോ സമയവും നിരന്തരമായി അവർ കേട്ടിരുന്നു, ഹയ്യ അലസ് സ്വലാഹ് വഖദ് കാനൂ യുദഊന ഇല സുജൂദി വഹും സാലിമൂൻ. തിരിഞ്ഞു നോക്കാതെ പോയതാണ് അവർ അന്ന്. അതിന്റെ ദുരന്ത ഫലമാണ് ഇപ്പോൾ അവർ അനുഭവിക്കേണ്ടി വരുന്നത് എന്നത് മക്കളെ ആ വിളി കേൾക്കുമ്പോ ഒന്ന് ഓർക്കണം. ഹയ്യ അലസ് സ്വലാഹ് എന്നത് ഒരു പള്ളിയിൽ ബാങ്ക് കൊടുക്കാൻ ഏൽപ്പിച്ച ആളുടെ ജോലിയല്ല, അതൊരു ശമ്പളക്കാരന്റെ ഉദ്യോഗമല്ല, അതൊരു പള്ളി കമ്മിറ്റിയുടെ ബാധ്യത, നാടിനോടുള്ള ബാധ്യതയല്ല. അത് ഇസ്ലാം വിജയത്തിന്റെ വഴിയായി, ഇസ്ലാം സ്വർഗപ്രവേശനത്തിന്റെ വഴിയായി നമ്മൾക്ക് ഏർപ്പെടുത്തി തന്ന ഉണർത്തുപാട്ടാണ് എന്നത് എൻ്റെ പ്രിയപ്പെട്ട മക്കൾ ആലോചിക്കണം. അടുത്ത അപകടം വരുന്നത് നോക്ക്, സ്വർഗാവകാശികൾ ആവേണ്ടിയിരുന്ന ചില ആളുകൾ നരകാവകാശികളായി കാണുമ്പോൾ അവരോടൊപ്പം സ്വർഗത്തിൽ പോകേണ്ടിയിരുന്ന ആളുകൾ സ്വർഗത്തിൽ ഇരുന്നു കൊണ്ട് ഇവരെ കാണും നരകത്തില്. അപ്പൊ ചോദിക്കും, മാ സലകക്കും ഫീ സഖർ, എന്തേ നമ്മൾ ഒരുമിച്ച് നടന്നവരല്ലേ, ഞങ്ങളിപ്പോ സ്വർഗത്തിൽ, നിങ്ങളല്ലേ നരകത്തിലാവാൻ കാരണം? അവർ പറയുന്ന പല ഏറ്റുപറച്ചിലുകളിൽ ഒന്നാമത്തത് അവർ പറയുക, ഖാലു ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നമസ്കരിക്കുന്നവരായിരുന്നില്ല. വലം നകുനു തഅമുൽ മിസ്കീൻ, ഞങ്ങൾ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളോടും താല്പര്യമില്ലാത്തവരായിരുന്നു. അതാണ് രണ്ടാമത്തത്. മൂന്നാമത്തത് ഒന്നാമത്തോട് ചേർത്ത് വായിക്കുക. എന്തേ ഞങ്ങൾ നമസ്കരിക്കാത്തിരുന്നു എന്നതിന് കാരണം ചോദിച്ചാൽ പറയുന്നറിയോ, വകുന്നാ നഖൂലു മഅൽ ഖായിലീൻ,
നാട്ടുകാരൊക്കെ പോയ വഴിയിൽ ഓരോ ട്രെൻഡിന്റെയും ഫാഷന്റെയും പിന്നാലെ ഞങ്ങളുടെ കൂട്ടുകാരൊപ്പം, ഞങ്ങളുടെ നാട്ടുകാരോടൊപ്പം, ഞങ്ങളുടെ ക്ലാസ്മേറ്റുകളോടൊപ്പം, ഞങ്ങളുടെ സഹപാഠികളോടൊപ്പം, സഹകളിക്കാരോടൊപ്പം ഞങ്ങൾ അങ്ങനെ ഒഴുകിപ്പോയി. ഹത്താ അത്താനൽ യഖീൻ. അങ്ങനെ ഏതോ ഒരു വളവിൽ വെച്ച് അവസാന ശ്വാസം പോകുമ്പോഴും ഇത് തന്നെയായിരുന്നു ഞങ്ങളുടെ അവസ്ഥ എന്നതാണ് ഞങ്ങളുടെ പരാജയത്തിന് കാരണം എന്ന് പരിശുദ്ധ ഖുർആൻ നിരത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, ഇതാണ് ഇതിൻ്റെ അവസ്ഥ. അതുകൊണ്ട് എൻ്റെ മക്കൾ, എൻ്റെ പ്രിയപ്പെട്ട യുവാക്കൾ, എൻ്റെ വിദ്യാർത്ഥി സമൂഹം ഒരു തരത്തിലും ബോധമുള്ള കാലത്ത് ഒരിടത്തും ഒരു 2 മിനിറ്റ്, ഒരു 3 മിനിറ്റ് ഈ 5 സമയങ്ങളിൽ അള്ളാഹ്ക്കു വേണ്ടി നീക്കുവെക്കാൻ, അള്ളാഹുവിൻ്റെ തൃപ്തിക്കു വേണ്ടി, ഗുരുത്വത്തിന് വേണ്ടി, പൊരുത്തത്തിന് വേണ്ടി നീക്കിവെക്കാൻ മടിക്കല്ല മക്കളെ, മറക്കല്ല മക്കളെ. അത് കഴിഞ്ഞ് 24 മണിക്കൂറിൽ ഒരു 10-15 മിനിറ്റ് ഈ 5 നേരത്തിനും കൂടി മാറ്റിവെക്കാൻ നമ്മൾ കാണിക്കുന്ന അലസതയുടെ ദുരന്തമയമായ പരിണിത ഫലങ്ങളാണ് പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ഈ കാണിക്കുന്നത്. ഇതുകൊണ്ടൊക്കെയാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അസ്സലാത്തു ഇമാദുദ്ദീൻ, നമസ്കാരമാണ് മതത്തിന്റെ നെടുന്തൂൺ. ഫമൻ തറക്കഹ, അത് വിട്ടാൽ ഫഖദ് ഹദമദ്ദീൻ, അവന്റെ മതമാകെ തകർന്ന് തരിപ്പണമാകും. അല്ലാഹു നമ്മളെ സത്യസന്ധമായി കൃത്യമായി നമസ്കാരം നിലനിർത്തുന്നവരിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. അല്ലാഹ് അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസല്ലല്ലാഹു വസല്ലം അലാ നബിയിനാ വഹബീബിനാ മുഹമ്മദിൽ അമീൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ് അയ്യുഹൽ ഇഖ്വാൻ ഇത്തഖുല്ലാഹ വഖൂനൂ ഇബാദല്ലാഹ്. ബഹുമാന്യരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഇഷ്ട അനുയായികളായി ജീവിച്ചു മരിക്കാൻ ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം പരിശ്രമിക്കുക, നിരന്തരം പ്രാർത്ഥിക്കുക, പരസ്പരം ഉപദേശിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, 2-3 ദിവസമായി കേരളം ചർച്ച ചെയ്യുന്ന ഒരു പ്രത്യേക വിഷയം നിങ്ങൾക്കറിയാമല്ലോ. ചില പ്രത്യേക മേഖലകളെ സംബന്ധിച്ച് നമ്മളിൽ പലരുടെയും, നമ്മുടെ യുവാക്കളുടെ വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ പലരുടെയും റോൾ മോഡലുകളുടെ ലോകം, വസ്ത്രങ്ങളുടെ പേരുകൾ പോലും അവരുടേതാണ്, വസ്ത്രത്തിൻ്റെ സ്റ്റൈലുകൾ അവരുടേതാണ്. ആ ലോകത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കമ്മിറ്റി റിപ്പോർട്ട് നിങ്ങൾ കണ്ടുവല്ലോ, കേട്ടുവല്ലോ, മനസ്സിലാക്കിയല്ലോ. അതിനപ്പുറത്ത് കൊൽക്കത്തയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സമരത്തിലെ മുദ്രാവാക്യങ്ങൾ ചിലത് നിങ്ങൾ കണ്ടുവല്ലോ അല്ലേ? പിന്നെ ഗുസ്തി ചാമ്പ്യന്മാരുടെ ലോകത്ത് നിന്ന് ചില അപജയങ്ങൾ നിങ്ങൾ കണ്ടല്ലോ. നമ്മൾ ആരെയൊക്കെയാണോ ആധുനിക തലമുറയുടെ റോൾ മോഡലുകളാക്കി മാറ്റുന്നത്, അവിടെ നിന്നൊക്കെയും വരുന്ന ആ പുതിയ വാർത്തകൾ നമ്മളെ തിരിച്ചറിവുള്ളവരാക്കേണ്ടവരാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. ഒരു പ്ലേക്കാർഡിൽ കണ്ട ഒരു കാര്യം എന്താ അറിയോ? ഞങ്ങൾ എങ്ങനെ വസ്ത്രം ധരിക്കണം എന്ന് നിങ്ങൾ ഞങ്ങളോട് പറയേണ്ടതില്ല, പക്ഷേ നിങ്ങൾ അവരോട് പറയേണ്ടത് ഞങ്ങളെ റേപ്പ് ചെയ്യരുത് എന്ന് അവരോട് പറയണം എന്നൊരു പോസ്റ്റർ നിങ്ങൾ കണ്ടിരുന്നോ? എവിടെയാണ്? ഒരു വനിതാ ലേഡി ഡോക്ടർ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ടതിൻ്റെ പേരിൽ നടത്തുന്ന സമര മുദ്രാവാക്യങ്ങൾക്കൊപ്പം ഉയർത്തിപ്പിടിച്ച ഒരു പ്ലക്കാർഡാണ്. ഏത്? ഞങ്ങളെങ്ങനെ വസ്ത്രം ധരിക്കണമെന്ന് നിങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കേണ്ടതില്ല, അത് ഞങ്ങൾ തീരുമാനിക്കും, പക്ഷെ ഞങ്ങളെ ബലാത്സംഗം ചെയ്യരുത് എന്ന് നിങ്ങൾ അവരോട് പറയണം. അത് തന്നെയല്ലേ പ്രിയപ്പെട്ടവരെ സ്പോർട്സിന്റെ ലോകത്ത് നിന്ന്, ഗുസ്തി ഫെഡറേഷന്റെ ലോകത്ത് നിന്ന് വന്നതും? അത് തന്നെയല്ലേ നിലവിലുള്ള ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ആകത്തുകയും? ഇവിടെ എൻ്റെ പ്രിയപ്പെട്ട സമൂഹം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ആരാണ്, നമ്മളുടെ നിലപാടെന്താണ്, നമ്മളുടെ വ്യത്യസ്തത എന്താണ്, ഈ സമുദായത്തിന്റെ അന്തസ്സിന്റെ കാരണം എന്താണ് എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. യാ അയ്യുഹൻ നബി ഖുൽ ലി അസ്വാജിക വ ബനാതിക വ നിസാഇൽ മുഅ്മിനീന യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന ലാലിക അദ്നാ യുറഫ്ന ഫലാ യുഗ്ദീൻ വ കാന അല്ലാഹു ഗഫൂറൻ റഹീമ. നബിയെ,
അങ്ങയുടെ ഭാര്യമാരോടും അങ്ങയുടെ പെൺമക്കളോടും മുസ്ലിം സഹോദരിമാരോട് ഒട്ടുക്കും അങ്ങ് പറയണം. എന്ത് പറയണം? യുദ്രീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന, ശരീരം മൂടുന്ന വസ്ത്രം ധരിക്കാൻ അവരോട് പറയണം. ദാലിക അദ്നാ അൻ യുറഫിന, അന്തസ്സുള്ള അഭിമാനമുള്ള ആഭിജാത്യം സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന തറവാടികളാണ് ഞങ്ങളെന്നത് ലോകത്തിന് മനസ്സിലാവാനും ഫലായുഅദൈൻ, എന്റെ മക്കൾ ഉപദ്രവിക്കപ്പെടാതിരിക്കാനും അതാണ് ഗുണകരം എന്ന പരിശുദ്ധ ഖുർആനിന്റെ ആ ഒരു വാക്ക്, ആ ഒരു നിർദ്ദേശം ഏറെ പ്രസക്തമാകുന്ന സാഹചര്യമാണ്. ഏറെ പ്രസക്തമാകുന്നത് നമുക്ക് ബോധ്യപ്പെടുന്ന കാലമാണിത്. ഞങ്ങൾ എങ്ങനെ വസ്ത്രം ധരിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും എന്ന് പറയപ്പെടുന്നവരുടെ ലോകത്ത്, അല്ലേ, സ്ത്രീ ശരീരം വിൽപ്പന ചരക്കാക്കി വെക്കുന്ന ആ ആളുകളുടെ ലോകത്ത് മണിക്കൂറിന് ദിവസങ്ങൾക്ക് ലക്ഷങ്ങളും കോടികളും വില വാങ്ങുന്ന സാംസ്കാരിക നായകന്മാരുടെ ലോകത്ത് നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത് സ്വന്തം മക്കളെ വീട്ടിൽ നിന്ന് പുറത്തിറക്കാൻ കഴിയാത്ത ദുരിതത്തിലാണവർ എന്നതാണ്. എന്നാൽ മുസ്ലിം സമുദായം ഇപ്പോൾ ആരുടെ പുറകെയാണെന്നത് ഒരു ടെക്സ്റ്റൈൽസിൽ, തുണിക്കടയിൽ പെരുന്നാളുമായി ബന്ധപ്പെട്ട് 10 കൊല്ലം മുമ്പാണ് ഒരു തുണി എടുക്കാൻ പോയപ്പോ ഞാൻ പഠിപ്പിച്ച സ്കൂളിൽ അദ്ദേഹം കുട്ടിയാണ് അവിടുത്തെ സെയിൽസ്മാൻമാരിൽ ഒരാള്. അയാൾ വന്നിട്ട് ചോദിച്ചു, സാറേ താണ്ഡവം വേണോ എന്നാ. ഞാൻ ആ പേര് അങ്ങനെ തന്നെ പറയാം, മെമ്പർ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അതെന്താണെന്ന് ചോദിച്ചപ്പോ അത് ഒരു സൂപ്പർ സ്റ്റാർ ഒരു സിനിമയിൽ അഭിനയിച്ചപ്പോ എടുത്ത തുണിയാണ്, ആ ബ്രാൻഡാണ് ഇറങ്ങുന്നത്, അതിനാണ് ഇപ്പോൾ മാർക്കറ്റ് ഉള്ളത് എന്നാണ്, അല്ലേ? ആ ലോകത്തിന്റെ അപജയമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുസ്ലിം സമുദായം, ഇസ്ലാം റളീതു ബില്ലാഹി റബ്ബൻ, അല്ലേ, വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ എന്ന് നമ്മളോട് രാവിലെയും വൈകുന്നേരവും 3 തവണ വീതം അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ പഠിപ്പിച്ചത് എത്രമാത്രം പ്രസക്തമാണ് എന്ന് നമ്മൾ കാണണം. റളീതു ബില്ലാഹി റബ്ബൻ, എന്റെ അള്ളാഹുവിനെ, എനിക്കെല്ലാം നൽകിയ അള്ളാഹുവിനെ എന്റെ രക്ഷിതാവായി സന്തോഷപൂർവ്വം ഞാൻ അംഗീകരിച്ചിരിക്കുന്നു, അല്ലേ? ഞാൻ ഉൾക്കൊള്ളുന്ന മതത്തെ, അതിന്റെ നിയമ സംഹിതകളെ പൂർണ്ണ തൃപ്തിയോടെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. വബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ, എന്നോട് ഞാൻ എങ്ങനെയാവണം, എങ്ങനെ ആയിക്കൂടാ എന്ന് പഠിപ്പിക്കാൻ അള്ളാഹു നിയോഗിച്ച മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 100% എന്റെ മാതൃകാ യോഗ്യനായ നേതാവാണ് എന്ന് ഞാനിതാ സന്തോഷത്തോടു കൂടി അംഗീകരിക്കുന്നു എന്ന് പറയേണ്ടത് എത്രമാത്രം പ്രസക്തമാണ്, പ്രാധാന്യമാണ്. ഇസ്ലാം ഇതര മതങ്ങൾക്കുമേൽ, ഇതര ആദർശങ്ങൾക്കുമേൽ, ഇതര കാഴ്ചപ്പാടുകൾക്കുമേൽ, മനുഷ്യനിർമ്മിത സംഹിതകൾക്കുമേൽ ഇസ്ലാമിന്റെ മഹിമ, ഗരിമ എത്രമാത്രമാണെന്ന് തിരിച്ചറിയാൻ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് സാധിക്കണം. അതിൻ്റെ പേരിൽ ന്യായീകരിക്കാനോ മുദ്രാവാക്യം വിളിക്കാനോ പോകണം എന്നതല്ല നമ്മളുടെ നിലപാട്. അത് ഞങ്ങളുടെ റോൾ മോഡലുകളാണ്, അതുകൊണ്ട് അവർക്ക് എന്തായാലും കുഴപ്പമില്ല എന്നതല്ല നമ്മളുടെ നിലപാട്. നമ്മളുടെ റോൾ മോഡൽ എവിടെയാണ്? ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, അള്ളാന്റെ റസൂലിലാണ് നമുക്ക് റോൾ മോഡൽ ആയിട്ടുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്, പരിശുദ്ധ ഖുർആനാണ്. ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലതി ഹിയ അഖ്വം, ഏത് ലോകത്തോടും, ഏത് കാലത്തോടും, ഏത് സമൂഹത്തോടും ഇതാണ് ഉത്തമം എന്ന് ഉറച്ചു പറയാൻ നിങ്ങൾക്ക് കഴിയുന്ന നിലപാടുകളാണ് വിശുദ്ധ ഖുർആനിലുള്ളത് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല സൂറത്ത് ഇസ്രാഇന്റെ 9-ാമത്തെ ആയത്തിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. കാലത്തെ തിരിച്ചറിയുക, കാലത്തിന്റെ വർത്തമാനകാല സാഹചര്യങ്ങളിൽ നിന്ന് ഇസ്ലാമിലേക്കുള്ള വഴി എത്രമാത്രം എളുപ്പമാണ് എന്നത് ബോധ്യപ്പെടാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു സമ്പൂർണനായ മുസ്ലിമായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നിരന്തരമായി നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന, കൃത്യമായി ഇസ്ലാമിന്റെ കാഴ്ചപ്പാടുകൾ അംഗീകരിക്കുന്ന, ഇസ്ലാമിന്റെ നയനിലപാടുകളോട് ആദര ബഹുമാനങ്ങൾ പുലർത്തുന്ന, അത് ജീവിതത്തിൽ സന്തോഷത്തോടെ അഭിമാനത്തോടു കൂടി നിലനിർത്താൻ ശ്രമിക്കുന്ന യഥാർത്ഥ മുഅ്മിനീകളായി ജീവിക്കാനും മരിക്കാനും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മളെയും നമ്മുടെ മക്കളെയും നമ്മുടെ വരും തലമുറകളെയും അല്ലാഹു അവന്റെ ഇഷ്ടദാസന്മാരായി ജീവിക്കാനും മരിക്കാനും തൗഫീഖ് നൽകുമാറാവട്ടെ. എല്ലാവിധ പൈശാചികത
ചിന്താഗതികളിൽ നിന്നും എല്ലാവിധ ആധുനിക സംസ്കാരങ്ങളിൽ നിന്നും ഇസ്ലാമിന്റെ സംസ്കാരമാണ് ഏറ്റവും മികച്ചത് എന്ന തിരിച്ചറിവിലേക്ക് ഈ സമുദായത്തിന് മാറാൻ ഈ സാഹചര്യങ്ങളെല്ലാം ഉപയോഗപ്പെടുത്താനുള്ള തൗഫീഖ് റഹ്മാനായ റബ്ബ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അറിഞ്ഞും അറിയാതെയും വന്നുപോയ എല്ലാ തരം വീഴ്ചകളിൽ നിന്നും വിശിഷ്യ ആദർശ രംഗത്തും നമസ്കാരത്തിന്റെ മേഖലയിലും ഉണ്ടായ വീഴ്ചകൾ റഹ്മാനായ റബ്ബെ മാപ്പാക്കി തരയണമേ. ഞങ്ങൾക്ക് അള്ളാഹുവെ ഞങ്ങളുടെ തൗബ സ്വീകരിക്കണമേ റഹ്മാനെ. ഇനി അങ്ങോട്ടുള്ള കാലത്ത് കൃത്യമായി ഒരു നിലപാടുകളിലും കഴിവിന്റെ പരമാവധി സൂക്ഷ്മത പുലർത്തിയിട്ട് ഒട്ടും വീഴ്ച വരുത്താതെ മുന്നോട്ട് പോകാൻ നിന്റെ ഇഷ്ടദാസന്മാരായി ജീവിക്കാനും മരിക്കാനുമുള്ള തൗഫീഖുള്ള നൽകപ്പെടുന്നവരിൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഉൾപ്പെടുത്തണമേ റഹ്മാനെ. ഞങ്ങളുടെ ചെറുതും വലുതുമായ രോഗങ്ങളും ഞങ്ങളുടെ പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും എല്ലാം നീക്കി തരയണമേ റഹ്മാനെ. ഇസ്ലാമിനെ അന്തസ്സായി കാണാൻ അതിന്റെ നിലപാടുകളെ അഭിമാനത്തോടു കൂടി സ്വീകരിക്കാനുള്ള ഈമാൻ നൽകണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അഹ്യിനാ മുസ്ലിമീന വഅമിത്നാ മുസ്ലിമീന വൽഹിഖ്നാ ബിസ്സാലിഹീൻ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ അജ്രിനാ വഅജ്ർ വാലിദീനാ വഅഖ്നിനാ മിനൻ നാർ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസനതൻ وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا ذنوبنا وخطايانا يا غافر المذنبين. رضينا بالله ربا وبالإسلام دينا وبمحمد صلى الله عليه وسلم نبيا. توفنا مسلمين وألحقنا بالصالحين وصلى الله وسلم على محمد.